വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കും. അമ്മയ്ക്ക് എന്താ പറ്റിയേ? മുഖത്തൊട്ടും തെളിച്ചില്ലല്ലോ. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നന്ദ തൻ്റെ അമ്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. നന്ദ പറഞ്ഞു കേട്ടതും അവർ ഒരു ഞെട്ടലോടെ അവളെ നോക്കി. അവരുടെ ഉള്ളിൽ കിഷോർ പറഞ്ഞത് അങ്ങനെ കിടക്കുന്നത് കൊണ്ട് നന്ദയോട് സന്തോഷത്തോടെ സംസാരിക്കാനൊന്നും പറ്റിയില്ല. അതാകും അവൾ അങ്ങനെ ചോദിച്ചെന്ന് ദേവിക്ക് മനസ്സിലായി. രാവിലെ മുതൽ അമ്മ എങ്ങനെയാണ് ചേച്ചി? എന്നെ കെട്ടിപ്പിടിച്ച് കുറേ ഇരുന്ന് കരഞ്ഞു. എന്താണെന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. പയർ ഒടിച്ചൊരു ചെറിയ പാത്രത്തിൽ ഇട്ടുകൊണ്ട് അവരുടെ അടുത്തായി വീൽചെയറിലിരുന്ന് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു കേട്ടതും നന്ദൻ ഞെട്ടലോടെ അവരെ നോക്കി. എന്തു പറ്റിയമ്മേ? അമ്മയ്ക്ക് എന്താ ഇത്ര സങ്കടം? ഞാൻ പോകുന്നതോർത്താണോ? നന്ദ അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു. ഞാൻ ഞാൻ പഴയ കാര്യമൊക്കെ ഓർത്തതാ മോളെ, അല്ലാതെ ഒന്നുമില്ല. നിന്റെ കല്യാണം ഒന്ന് നടന്നു കണ്ടാൽ മതി അമ്മയ്ക്ക്. നന്ദയുടെ കവളിൽ തഴുകിക്കൊണ്ട് ദേവി സ്നേഹത്തോടെ പറഞ്ഞു കേട്ടതും നന്ദ അവരെ സങ്കടത്തോടെ നോക്കി. അമ്മയ്ക്ക് താൻ ഇവിടുന്ന് പോകുന്നതിൻ്റെ വിഷമമാണെന്ന് അവൾ കരുതി. എങ്കിലും ഒന്നും പറയാൻ നിന്നില്ല. ഉണ്ണിക്കുട്ടൻ്റെ കാര്യം മറക്കാൻ പാടില്ലല്ലോ. കിഷോർ പറഞ്ഞ ഒരു വാക്കിൻ്റെ പുറത്താണ് അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ. തൻ്റെ ജീവിതം എന്താണെങ്കിലും ഉണ്ണിക്കുട്ടൻ എഴുന്നേറ്റ് നടന്നാൽ മതി. നന്ദ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തന്നെ ജോലിയിലേക്ക് തിരിഞ്ഞു. ഇപ്പം എന്തെങ്കിലും പറഞ്ഞു പോയാൽ താൻ ചിലപ്പോൾ കരഞ്ഞേക്കും. വേണ്ട, ഇവിടെ മുൻപിൽ കരഞ്ഞാൽ പിന്നെ അവരും തകർന്നു പോകും. അത് വേണ്ട. നന്ദ ആലോചനയോടെ നിന്നു. രാത്രി ഒരുമിച്ചിരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് ഉണ്ണിക്കുട്ടനുള്ള ഗുളികയും കൊടുത്ത് അവരുമായി ദേവി റൂമിലേക്ക് പോകുന്നത് നോക്കി നന്ദ അവിടെ തന്നെ ഇരുന്നു. ഇപ്പം കിടന്നാലും മുറക്കാൻ വരില്ല. കുറച്ച് ദിവസത്തെ ശീലം ഇപ്പോൾ അവൾ ക്ലോക്കിലേക്ക് നോക്കി. എന്നത്തെയും പോലെ കിഷോർ വിളിക്കാൻ സമയമായി. ഒട്ടും താല്പര്യമില്ലെങ്കിലും അവൻ പറയുന്നതെല്ലാം കേട്ടു നിൽക്കും അവൾ. കറക്റ്റ് സമയത്ത് അവൻ്റെ കോൾ കണ്ടു. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ ഫോൺ ചെവിയിലേക്ക് വെച്ചു. നിങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള അവൻ്റെ പേരെന്താ? അന്ന് നിങ്ങളിലൊപ്പം ഹോസ്പിറ്റലുണ്ടായിരുന്നേ. ഫോൺ എടുത്ത ഉടനെ കിഷോറിൻ്റെ ചോദ്യം കേട്ടതും നന്ദയുടെ പൂരികം വന്ന് ചൊളിഞ്ഞു. ഹാ, പറഞ്ഞതാ, എന്തായിരുന്നു അവൻ്റെ പേര്? നന്ദ ഒന്നും മിണ്ടാതെ നിന്നത് കണ്ടതും കിഷോർ അല്പം ഗൗരവത്തിൽ ചോദിച്ചു. ശബരി. നന്ദ സംശയത്തോടെ തന്നെയാണ് അത് പറഞ്ഞത്. ആ ശബരി നിന്നോട് എങ്ങനെയാണ്? ഉപദ്രവിക്കാൻ എന്തെങ്കിലും വരുമോ? കിഷോർ ചോദിച്ചതും നന്ദയ്ക്കൊരു വല്ലായ്മ തോന്നി. എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അവൾ മുഷിച്ചിലോടെ ചോദിച്ചു. നിങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രമല്ലേ അവിടെയുള്ളൂ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിച്ചത്. നിങ്ങൾക്കിനി അവിടെ നിന്ന് മാറണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ വേറെ വീട് നോക്കി തട്ടെ നന്ദയ്ക്ക്, അതാകുമ്പോൾ പ്രശ്നമൊന്നുമില്ല. കിഷോർ തന്നെ നെറ്റിൽ തിരുമ്മിക്കൊണ്ട് ചോദിച്ചു കേട്ടതും നന്ദയ്ക്ക് ദേഷ്യമാണ് തോന്നിയത്. ഇത്രയും നാൾ ഞാനും അമ്മയും ഇവിടെ തന്നെയാണല്ലോ സാർ താമസിച്ചത്. ഇനിയും എനിക്ക് അതിനുള്ള ധൈര്യമൊക്കെയുണ്ട്. അവൾ തൻ്റെ ഇഷ്ടമില്ലായ്മ അതുപോലെ തന്നെ പറഞ്ഞു. നന്ദയ്ക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ ഓരോന്നും ആലോചിച്ച് ടെൻഷനോടെ പറഞ്ഞതേ ഉള്ളൂ. അവനെ കണ്ടപ്പോൾ മുതൽ എനിക്കെന്തോ നെഗറ്റീവ് പോലെ. അതങ്ങനെ പറഞ്ഞത്. സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ അധികാരം സ്ഥാപിക്കാൻ നിൽക്കുന്ന പോലെ. അല്ലെങ്കിൽ തന്നെ ഉണ്ണിക്കുട്ടിനെ ഹോസ്പിറ്റലാക്കിയിട്ട് അയാൾക്ക് പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ നിങ്ങളുടെ കൂടെ അവനിൽ നിന്നില്ലേ? കിഷോർ പറഞ്ഞു കേട്ടത് നന്ദിയൊന്നും മിണ്ടിയില്ല. അവനോട് അവൾക്കൊന്നും പറയാൻ തോന്നിയില്ല എന്നതാണ് സത്യം. കിഷോർ എന്തൊക്കെയോ പറഞ്ഞ് ഫോൺ വെച്ച ശേഷവും നന്ദ അവിടെ തന്നെ നിന്നു. അപ്പുറത്തെ വീട്ടിലെ ബഹളങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ കാണുന്നത് ശബരിയുടെ നേർക്ക് തിരിഞ്ഞു നിന്ന ചിരിയോടെ എന്തോ പറയുന്ന ചിപ്പിയാണ്. എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ ശബരിയുടെ മേലിൽ അടിച്ചു കണ്ടതും നന്ദ വേഗത്തിൽ അവിടുന്ന് തൻ്റെ കണ്ണുകൾ മാറ്റി. ഇയാൾക്കിതൊക്കെ വീടിനകത്ത് വെച്ചായിക്കൂടെ? എന്തിനിങ്ങനെ പുറത്തിറങ്ങി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അവൾക്ക് വല്ലാത്ത അമർഷം തോന്നി. അത് സ്വയം പിറുപിറുത്ത് അങ്ങ് തീർത്തു. ഡി നന്ദേ. ശബരിയുടെ ഉറക്കെയുള്ള വിളി കേട്ടതും നന്ദ ദേഷ്യത്തോടെ അവന് നേരെ തിരിഞ്ഞു. നീ എന്താടി രാത്രി ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നിൽക്കുന്നത്? നിന്റെ മറ്റവൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവളെയും വഴിയിലേക്കും ഒന്ന് നോക്കിക്കൊണ്ട് ശബരി ചോദിച്ചു കേട്ടതും നന്ദ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഹോ, അവളുടെ ഒരു നോട്ടം. നീ കെട്ടിപ്പോകുന്നതിന് മുൻപ് എങ്ങാനും എൻ്റെ ആഗ്രഹം നടക്കുമോ? നിന്റെ മറ്റുള്ളവരോട് പോയി ചോദിക്കേ. നന്ദ അമർഷത്തിൽ പല്ല് കടിച്ചുകൊണ്ട് അവനോട് വിളിച്ചു പറഞ്ഞു. പൈസ എത്ര വേണമെങ്കിലും തരാൻ വഴി. നിനക്കറിയാഞ്ഞിട്ടാ എൻ്റെ കയ്യിൽ ഒത്തിരി പൈസയുണ്ട്, ചിലപ്പോൾ നീ കെട്ടാൻ പോകുന്നവനേക്കാളും. ശബരി നെഞ്ചി പിരിച്ച് പറഞ്ഞു കേട്ടതും ചിപ്പി വാ പൊതി ചിരിച്ചു പോയി. അവിടെ കൂടെ തന്നെ സുനിയുമുണ്ട്. ആൾ വരാന്തയിലിരുന്ന് എന്തോ കഴിക്കുകയാണ്. നിന്റെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ റോഡിലിറങ്ങി ആൾക്കാർക്ക് വീതിച്ചു കൊടുക്ക്. അവൾ അതും പറഞ്ഞ് അവനെ ദഹിപ്പിക്കും വിധം ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. അവളൊരു അഹങ്കാരം. നിന്നെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടുമടി. ശബരി അവൾ പോന്ന് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ അണ്ണനോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. എപ്പോഴും ചേച്ചിയുടെ വഴക്കിന് ചെല്ലും. എന്നാണ് ചേച്ചിയുടെ കൈ അണ്ണൻ്റെ കവളിൽ പതിയുന്നെന്ന് അറിയില്ല. ചിപ്പി അവനെ നോക്കി പറഞ്ഞു കേട്ടതും ശബരി അവളെ കണ്ണൊട്ടിയൊന്ന് നോക്കി. ആ, എന്തായാലും കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ ചേച്ചി ഇവിടെ. പിന്നെയാണ് ചേച്ചി കെട്ടിപ്പോകുന്നത്. അടുത്തു പോയി വഴക്കുണ്ടാക്കില്ലല്ലോ. ചിപ്പി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയതും ശബരി വല്ലായ്മയോടെ അങ്ങനെ തന്നെ നിന്നു. എന്താണ്, നെഞ്ചിൽ എന്തെങ്കിലും തറഞ്ഞു കയറിയോ? ശബരിയുടെ നിൽപ്പ് കണ്ടതും സുനി അല്പം കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ടതും ശബരി അവനെ അമർഷത്തോടെ ഒന്ന് നോക്കി.
എന്നിങ്ങനെ ദേഷ്യത്തിൽ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ശബരി. വലതും ആ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറയാൻ നോക്ക്. ഇനിയിപ്പോൾ സമയമൊന്നുമില്ല. ചിലപ്പോൾ വല്ല അവസരവും കിട്ടിയാലോ. സുനി എന്തോ അർത്ഥം വെച്ച് പറഞ്ഞു കേട്ടതും ശബരി പല്ല് കടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ലാസ്റ്റ് മാനസമ്മനെ പാടി നടക്കാതിരുന്നാൽ മതി. ശബരി പോന്നു നോക്കി സുനി സ്വയം പിറുപിറുത്തു. പൈസ, ഉണ്ണിക്കുട്ടിന് വേണ്ടിയുള്ള പൈസ കൊടുത്താലോ? തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും മുറുക്കം വരാതെ ശബരി വേഗം കട്ടിൽ നിന്നും എഴുന്നേറ്റിരുന്നുകൊണ്ട് സ്വയം ചോദിച്ചു. വേണ്ട, ചോദിക്കാൻ പോയ വെറുതെ ഞാൻ നാണം കെടുക്കുള്ളൂ. അവൾക്ക് വല്ലാത്ത നാക്കാണ്. ശബരി വീണ്ടും കിടന്നുകൊണ്ട് പതിയെ പറഞ്ഞു. എങ്കിലും അവൻ്റെ ഉള്ളിൽ നന്ദയുടെ മുഖം മിഴിവോടെ തെളിഞ്ഞു വന്നു. ചേ, മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ അവൻ പറഞ്ഞുകൊണ്ട് കമിഴ്ന്ന് കിടന്നു. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട കിഷോറിൻ്റെ മുഖം മനസ്സിലേക്ക് വന്നതും ശബരി അസ്വസ്ഥതയോടെ വീണ്ടും കട്ടിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. സുനി വരാന്തിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ചിപ്പയകത്തുള്ള റൂമിലും ശബരി അങ്ങനെ നിന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. മതിലിന് അപ്പുറത്ത് കാണുന്ന നന്ദയുടെ വീട്ടിലേക്ക് അവൻ്റെ കണ്ണുകൾ പാഞ്ഞതും കുറച്ചു നേരം ശബരി അങ്ങനെ തന്നെ നിന്നു. അതേസമയം നന്ദയും തൻ്റെ റൂമിൽ ഉറക്കമില്ലാതെ കിടക്കുകയാണ്. കിഷോറിനെ കുറിച്ചായിരുന്നു അവളുടെ ചിന്ത മുഴുവനും. ആദ്യം കണ്ടതുപോലെ ഒന്നുമല്ല അവനിപ്പോൾ എന്ന് തോന്നി അവൾക്ക്. അതോ ഈ സ്വഭാവം തന്നെയായിരുന്നോ? അപ്പോഴും അവൾ ചിന്തിച്ചു. അതേസമയം ദേവിയും ചിന്തയിലായിരുന്നു. അതും കിഷോറിനെ കുറിച്ച്. തങ്ങൾ രണ്ടുപേരും നന്ദയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ കിഷോർ നന്ദയെ നല്ലോണം നോക്കുമോ എന്ന് അവർക്ക് സംശയം തോന്നി. അവളുടെ സൗന്ദര്യവും ശരീരവും എല്ലാം ആസ്വദിച്ച ശേഷം അയാൾ അവളെ വലിച്ചെറിയില്ലെന്ന് എന്താ ഉറപ്പ്? ദേവി അതോർത്തതും അവർക്ക് വിശ്വാസം വരാത്തതുപോലെ ഒന്ന് പിടഞ്ഞു. ശ്വാസമെടുക്കാൻ പാടുപെടുന്ന ശബ്ദം കേട്ടതും താഴെ കിടന്ന നന്ദ വേഗത്തിൽ തിരിഞ്ഞു നോക്കി. അവിടെ ശ്വാസം വലിച്ചുവിടുന്ന ദേവി കണ്ട് നന്ദ പേടിയോടെ എഴുന്നേറ്റു. അമ്മേ, എന്താ പറ്റിയേ? കിടന്നെടുത്തതും ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടുകൊണ്ട് നന്ദ ദേവിയുടെ അരികിൽ പോയിരുന്ന വെപ്രാളത്തോടെ ചോദിച്ചു. വെള്ളമെന്ന രീതിയിൽ ദേവി കൈ ഉയർത്തി കാണിച്ച കണ്ടതും ടേബിളിലിരുന്ന വെള്ളമെടുത്ത് അവർക്ക് നേരെ നീട്ടി അവൾ. പതിയെ അവർ ചാരിയിരുത്തി ആ വെള്ളം മുഴുവനും കുടിപ്പിച്ച് തീർത്തതും ദേവി ശ്വാസം എടുത്തുകൊണ്ട് അവളുടെ നെഞ്ചിൽ ചാരിയിരുന്നു. എന്തു പറ്റിയമ്മേ? ദേവി നോക്കേ എന്ന് കണ്ടതും നിറഞ്ഞ കണ്ണുകളെ അവരെ മെല്ലത്താലോടിക്കൊണ്ട് നന്ദ ചോദിച്ചു. നീങ്ങനെ സങ്കടപ്പെടാതെ മോളെ, അമ്മയ്ക്കൊന്നുമില്ല. എന്തൊക്കെയോ ആലോചിച്ച് കിട്ടുന്നതാണ്. ദേവി തൻ്റെ വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവളോട് ചിരിയോടെ പറഞ്ഞു. അവളെ ചിരിച്ച മുഖം കണ്ടിട്ടും നന്ദയുടെ മുഖം തെളിഞ്ഞില്ല. അവളുടെ നെഞ്ചിൽ വല്ലാത്ത ഭാരം പോലെ തോന്നി. എന്തൊക്കെ ആലോചിച്ച് കൂട്ടിയും ഇപ്പോൾ മുന്നിൽ കാണുന്നതുമൊക്കെ ആയപ്പോൾ അവൾക്ക് തല വെട്ടിപ്പൊളിയുന്നത് പോലെ തോന്നി. മോൾ കിടന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിലേ അമ്മ വിളിച്ചോളാം, പൊയ്ക്കോ. കുറച്ചു നേരം അങ്ങനെ രണ്ടുപേരും ഇരുന്നതിന് ശേഷം ദേവി അവളെ കിടക്കാൻ നിർബന്ധിച്ചു. നല്ല തലവേദന ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നന്ദ അവരെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് താഴെ കിടക്കുന്ന പായൽ ചുരുണ്ടുകൂടി. നീ ഇതെവിടേക്കടാ? മുന്നിൽ പോകുന്ന കാറിന് പുറകെ സ്പീഡിൽ പോകുമ്പോഴാണ് ശബരിയുടെ തോളിൽ പിടിമുറുക്കിക്കൊണ്ട് സുനിയുടെ ചോദ്യം. മിണ്ടാതിരിക്കടാ, ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് ഞാൻ പോകും. പല്ല് കടിച്ചുകൊണ്ട് ശബരി അമർഷത്തിൽ പറഞ്ഞു കേട്ടതും സുനി പിന്നെയൊന്നും മിണ്ടാൻ നിന്നില്ല. നന്ദയും ദേവിയും ഉണ്ണിക്കുട്ടനും കിഷോറിൻ്റെ കാറിൽ കയറി പോകുന്ന കണ്ടപ്പോൾ തുടങ്ങിയതാണിത്. സമാധാനമില്ലാത്തതുപോലെയുള്ള ആ കാറിൻ്റെ പുറകിലുള്ള പോക്ക്. പല്ലുകൂടെ നേരെ തേക്കാതെയാണ് ഞാൻ നിൻ്റെ കൂടെ ഇറങ്ങി. ആ എന്നോട് നീ ഇത് തന്നെ പറയണം. മുഖം വീർപ്പിച്ചുകൊണ്ട് സുനി അല്പം പിണക്കത്തോടെ പറഞ്ഞു. നിന്നോട് എൻ്റെ പുറകെ വലിഞ്ഞു കയറാൻ ആര് പറഞ്ഞു? മിണ്ടാതിരുന്നില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും നിനക്ക്. ശബരി അമർഷത്തോടെ പറഞ്ഞതും സുനി പിന്നെയൊന്നും മിണ്ടാൻ പോയില്ല. അവൻ മുന്നിൽ മുഖം കാറിലേക്ക് നോക്കി. ഇത് നന്ദ ജോലി ചെയ്യുന്ന തുണിക്കടയല്ലേ? മുന്നിലെ കാർ നിർത്തിയ കണ്ടും ശബരിയും തൻ്റെ ബുള്ളറ്റ് ഒതുക്കി നിർത്തിയത് കണ്ട് സുനി പുറകിൽ നിന്നും ഇറങ്ങി നിന്ന് ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ അതിന് മറുപടി പറയാതെ അവൻ മുന്നിലേക്ക് തന്നെ നോക്കി നിന്നു. കാറിൻ്റെ ഡിക്കിയിലും ദേവി വീൽ ചെയറിൽ എടുത്ത് വെച്ചതും നന്ദ ഉണ്ണിക്കുട്ടനെ തോളിലിട്ടുകൊണ്ട് അതിൽ അവനെ ശ്രദ്ധയോടെ ഇരുത്തി. ഇവന് ആ ചക്കരെ നേടുത്തിറക്കിയാൽ എന്താ? ഉണ്ണിക്കുട്ടനെ ഇരുത്തിയ ശേഷം ഇടുപ്പിൽ നിന്നും നീങ്ങി സാരി പിടിച്ച് നേരെ വെക്കുന്നവളെയും കാറിൽ നിന്നും ഇറങ്ങി നന്ദയുടെ തോളിൽ അവകാശത്തോടെ കൈ വയ്ക്കുന്നവനെയും നോക്കിക്കൊണ്ട് ശബരി ആമർഷത്തോടെ സ്വയം ചോദിച്ചു പോയി. എന്താടാ നിന്ന് പിറുപിറുക്കുന്നത്? ശബരി പതിയെ പറഞ്ഞ് കേൾക്കാൻ പറ്റാതെ വന്നതും സുനി അവനെ സൂക്ഷിച്ചു നോക്കി. മിണ്ടാതെ വരാൻ നോക്കടാ, ഇല്ലെങ്കിൽ അവിടെ എങ്ങാനും പോയി നിന്നോ. ശബരി കലിപ്പിൽ പറഞ്ഞു കേട്ടതും സുനി പിന്നൊന്നും മിണ്ടാതെ അവനോട് ചേർന്ന് നടന്നു. തൻ്റെ തോളിൽ പിടിച്ച കിഷോറിനെ നന്ദ ഒരു വല്ലായ്മയോടെ നോക്കി. പിന്നെ അവൻ്റെ കൈ തന്നിൽ നിന്നും മടർത്തി മാറ്റി നീങ്ങി നിന്നു. ഞാൻ ഉണ്ണിക്കുട്ടനെ കൊണ്ടുവരട്ടെ സാർ? തന്നെ നോക്കി മുഖം ചുളുക്കുന്ന കിഷോറിനെ നോക്കി അവൾ അങ്ങനെയാണ് പറഞ്ഞത്. അത് അമ്മ ചെയ്തോളും നന്ദ, താനിപ്പോൾ എൻ്റെ കൂടെ വാ. നമ്മളെ നോക്കി അച്ഛനും അമ്മയും ഒക്കെ അകത്ത് നിൽക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്ന കിഷോറിനെ കണ്ട് ശബരി പല്ല് കടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടക്കാൻ നിന്നു. എന്താടാ നിനക്ക്? നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? അവൻ്റെ ഭാവമാറ്റത്തിൽ സുനി ശബരിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. നീ വാ, എന്നിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്ക്, എനിക്കും കുറച്ച് ഡ്രസ്സ് എല്ലാം എടുക്കണം. ശബരി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു, കൂടെ സുനിയും. തന്നെ ദയനീയമായി നോക്കി അകത്ത് പോകുന്ന നന്ദയെ കണ്ട് ദേവിക്ക് സങ്കടം വന്നെങ്കിലും
ചുണ്ടിലൊരു പുഞ്ചിരി അണിഞ്ഞുകൊണ്ട് അവർ അന്ന് അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. പിന്നെ ചുറ്റും കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന ഉണ്ണിക്കുട്ടിരിക്കുന്ന വീൽ ചെയറിൽ പിടിച്ചിട്ട് മുന്നോട്ട് നടന്നു. ഞാൻ പിടിക്കാം. ഉണ്ണിക്കുട്ടിൻ്റെ വീൽ ചെയറിൽ പിടിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു കേൾക്കെ ദേവി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവിടെ അവരെ നോക്കി ഗൗരവത്തിൽ നിൽക്കുന്ന ശബരിയെ കണ്ട് അവിടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മോനെന്താ ഇവിടെ? അവനെ കണ്ട സന്തോഷത്തിൽ ദേവി ചിരിയോടെ ചോദിച്ചു. കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു, അതാ. അപ്പോഴാ നിങ്ങളിവിടെ കണ്ടേ. അല്ല, എന്താ ഇവിടെ? ശബരി ഒന്നും അറിയാത്തതുപോലെ അവരോട് പെരുമാറി. മോളുടെ കല്യാണമാണ്, അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ. അവർ മുഖത്ത് ചിരി വരുത്തിക്കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓ, എന്നാ കല്യാണം? ഉള്ളിൽ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവൻ സ്വാഭാവികം വന്നതുപോലെ ചോദിച്ചു. ഇനിയിപ്പോൾ അധിക ദിവസമൊന്നുമില്ല മോനെ, ഒരാഴ്ച, അത്രയേ ഉള്ളൂ. അത് പറയുമ്പോൾ ചുണ്ടിൽ പുഞ്ചിരിയാണെങ്കിലും ദേവിയുടെ നന്നായി നോവുന്നുണ്ടായിരുന്നു. നീ എന്താടാ എന്നെ കണ്ടിട്ട് മൈൻഡില്ലാതിരിക്കുന്നേ? ദേവി പറഞ്ഞതിന് തെളിച്ചമില്ലാതെ ഒന്ന് മോളി കൊടുത്തുകൊണ്ട് ചുറ്റും കണ്ണോടിക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ തലയിൽ ഒന്ന് കൊട്ടിയവൻ. അപ്പോഴാണ് സത്യത്തിൽ ഉണ്ണിക്കുട്ടൻ ശബരിയെ കണ്ടത്. ശബരിയേട്ടാ? ഉണ്ണിക്കുട്ടൻ വിടർന്ന കണ്ണോടെ അവനെ തല ചെരിച്ച് നോക്കിക്കൊണ്ട് നിഷ്കളങ്കത നിറച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. അത് കണ്ടതും ശബരിക്ക് ചെറുതായി ഒരു വേദന തോന്നി. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവനെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി. ചേച്ചിയുടെ കല്യാണമാണ്, ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നയാ. ഈ കടയുടെ മുതലാളിയാണ് ചേച്ചിയെ കെട്ടാൻ പോകുന്നത്. ശബരിയേട്ടന് അറിയാമോ? ഉണ്ണിക്കുട്ടൻ ഉത്സാഹത്തോടെ വിടർന്ന കണ്ണുകളോടെ പറഞ്ഞു കേട്ടതും ശബരിയുടെ മുഖമൊന്നു മാറി. നീ വാ, അകത്തേക്ക് പോകാം, അല്ലെങ്കിൽ നിന്റെ ചേച്ചി അന്വേഷിക്കില്ലേ? ശബരി പറഞ്ഞു കേട്ടതും ഉണ്ണിക്കുട്ടൻ ചിരിയോടെ തല കുലുക്കി. ഉണ്ണിക്കുട്ടൻ്റെ അമ്മ വന്നേ, ഞാൻ ഇവനെ അകത്താക്കിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകും. അവളോട് ഇവിടെ വെച്ച് ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കില്ല. ദേവിയെ നോക്കി പറഞ്ഞിട്ട് ശബരി പതിയെ അകത്തേക്ക് കയറി. കൂടെ ദേവിയുടെ ചിരിയോടെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് സുനിയും. കിഷോറിൻ്റെ കൈപ്പിടിയിലെ ശ്വാസം കിട്ടാത്തതുപോലെ തോന്നി നന്ദയ്ക്കെങ്കിലും തൻ്റെ ഇഷ്ടമില്ലായ്മ പുറത്ത് കാണിക്കാതെ ചുണ്ടിൽ ഒരു പുഞ്ചിരി എടുത്തണിഞ്ഞവൾ. നന്ദയെ കണ്ടത് മൂർത്തി സാർ ഒന്ന് ചിരിച്ചുകൊണ്ട് അവളോട് വിശേഷം ചോദിച്ചു. പക്ഷെ കിഷോറിൻ്റെ അമ്മ സന്ധ്യയും പെങ്ങൾ കീർത്തിയും ഒന്നും മിണ്ടാതെ മുഖം കയറ്റി വെച്ചിരുന്നു. അവിടെ കൂടെ തന്നെ കിഷോറിൻ്റെ മുറപ്പെണ്ണ് സച്ചിവും ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ വരുത്തി തീർത്ത ഒരു ചിരിയോടെയാണ് നിൽക്കുന്നത്. എല്ലാം കണ്ട നന്ദയ്ക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ വരെ തോന്നിപ്പോയി അവൾക്ക്. ആ സമയം തന്നെയാണ് ഉണ്ണിക്കുട്ടനെ കൊണ്ട് ശബരി അകത്തേക്ക് വന്നത്. ഇയാളെന്താ ഇവിടെ? ശബരിയെ നോക്കി ദേഷ്യത്തിൽ നിൽക്കുന്ന നന്ദയെ നോക്കി കിഷോർ അമർഷത്തോട് ചോദിച്ചു. എനിക്കറിയില്ല. നന്ദ തൻ്റെ ഇഷ്ടമില്ലായ്മ പുറത്ത് കാണിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. എന്നാ ശരി. തൻ്റെ നേർക്ക് നീളുന്ന നന്ദയുടെയും കിഷോറിൻ്റെയും നോട്ടം ശ്രദ്ധിച്ചില്ല എന്നതുപോലെ ഉണ്ണിക്കുട്ടനോട് പറഞ്ഞുകൊണ്ട് ശബരി പിന്നാലെ വന്ന സുനിയെയും കൊണ്ട് മുന്നോട്ട് നടന്നു. നന്ദ വന്നേ, സാരി നോക്കാം. മുന്നോട്ട് നടക്കുന്ന ശബരി എന്ന് നോക്കിക്കൊണ്ട് കിഷോർ നന്ദയുടെ കൈ പിടിച്ച് തനിക്ക് നേരെ നിർത്തി. എന്ത് രസാ ഇവിടെയൊക്കെ കാണാൻ, അല്ലേ നന്ദേച്ചി? ഉണ്ണിക്കുട്ടൻ നന്ദയുടെ കൈ പിടിച്ചുകൊണ്ട് ചുറ്റും നിറഞ്ഞ ചിരിയോടെ നോക്കി. ഓ, ആ ചട്ടുകാലം ചെറുക്കനെയും കൊണ്ട് വന്നേക്കുക നമ്മളെ നാണം കെടുത്താൻ. സന്ധ്യ അത് കണ്ടതും പല്ല് കടിച്ചുകൊണ്ട് അമർഷത്തോടെ പറഞ്ഞു. സൂക്ഷിച്ച് സംസാരിക്കണം, ഞങ്ങളിവിടെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. സന്ധ്യ പറഞ്ഞു കേട്ടതും ദേവി നിറഞ്ഞ കണ്ണോടെ ഉണ്ണിക്കുട്ടനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു. പക്ഷെ നന്ദയായെങ്കിൽ ദേഷ്യത്തോടെ അവരോട് പൊട്ടിത്തെറിച്ചു. നന്ദ. സന്ധ്യയോട് ചൂടാകുന്ന നന്ദയെ കിഷോർ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പതിയെ വിളിച്ചു. സാർ കേട്ടില്ലേ ഇവർ പറഞ്ഞത്? എൻ്റെ കുഞ്ഞ് അവന് വേണ്ടിയാ. ഞാൻ എന്ന് കരുതി എൻ്റെ കുഞ്ഞിനിങ്ങനെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ച് കാണും. നിറഞ്ഞ കണ്ണോടെ ദേവിയുടെ നെഞ്ചിലെ മുഖം അമർത്തി വീതുമ്പുന്ന ഉണ്ണിക്കുട്ടനെ കണ്ട് നന്ദയുടെ കണ്ണൊന്ന് ചുവന്ന് കലങ്ങി. നീ ഇങ്ങോട്ട് വന്നേടാ ഉണ്ണിക്കുട്ട, നമുക്ക് അപ്പുറത്ത് പോയി ഡ്രസ്സൊക്കെ എടുക്കാം. ഇവിടെ നിന്റെ ചേച്ചിയുടെ ഡ്രസ്സ് എടുക്കുമല്ലേ, നീ എന്തിനാ ഇവിടെ? പെട്ടെന്നാണ് ശബരി വന്ന് ദേവിയിൽ നിന്നും ഉണ്ണിക്കുട്ടനെ അടർത്തി മാറ്റിക്കൊണ്ട് അവൻ്റെ കണ്ണ് തുടച്ചു നീക്കി വീൽ ചെയറിൽ പിടിച്ചു. പെട്ടെന്ന് മുന്നിൽ നിൽക്കുന്ന ശബരിയെ നന്ദ ചുവന്ന് കലങ്ങിയ കണ്ണോടെ നോക്കി. ഞാൻ ഇവരെ നോക്കിക്കോളാം. അവളെ മാത്രം നോക്കി ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് ശബരി മുന്നോട്ട് നടന്നു. ഇനി വരാലോ നന്ദയ്ക്ക്? അതോ ഈ ആളുകളുടെ മുന്നിൽ എന്നെ നാണം കെടുത്താൻ വല്ല ഉദ്ദേശമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നന്ദ അല്പം വിഷമിക്കും. ഉണ്ണിക്കുട്ടനെ നോക്കിയാണ് കിഷോർ അത് പറഞ്ഞെന്ന് കണ്ടതും നന്ദയുടെ ഉള്ളൊന്ന് കിടങ്ങി. അവന് വേണ്ടിയാണ് ഈ വിവാഹം പോലും. കിഷോറിനെ പിണക്കിയാൽ അവനെ ചികിത്സിക്കുന്ന കാര്യം തന്നെ കണ്ട് കൂട്ടിയാൽ കൂടില്ല. നന്ദയുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ ഒരേ സമയം കടന്നു പോയതും പ്രതികരിക്കാൻ പറ്റാത്തതുപോലെ അവൾ നിന്നുപോയി. വാ. കിഷോർ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും കുനിഞ്ഞു തലയുമായി അവൻ്റെ പുറകെ നടന്നവൾ. എല്ലാം കണ്ടും കെട്ടു നിന്ന ദേവിക്ക് പേടി തോന്നി തൻ്റെ മകളുടെ ജീവിതം ഓർത്ത്. ഇതെങ്ങനെയുണ്ട്? ശബരി ഉണ്ണിക്കുട്ടൻ ഒരു ഷർട്ട് എടുത്ത് അവന് ദേഹത്തേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് ചോദിക്കുന്നത് ദേവി നോക്കി നിന്നു. ഉണ്ണിക്കുട്ടൻ തൻ്റെ സങ്കടമെല്ലാം മറന്നുകൊണ്ട് തല കുലുക്കുന്നുണ്ട്. അത് കാണും നെഞ്ചിലൊരു തണുപ്പ് വീഴുന്നത് പോലെ തോന്നി അവർക്ക്. തങ്ങൾ കാണാൻ നന്ദയ്ക്ക് കിട്ടാൻ പോകുന്ന നല്ല ജീവിതം തകരാൻ പാടില്ല. ദേവി നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. പിന്നെ ഉണ്ണിക്കുട്ടനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു.
അമ്മയ്ക്ക് കൂടെ നോക്കട്ടെ, മോളുടെ കല്യാണത്തിന് തിളങ്ങാനുള്ളതല്ലേ. ശബരി തൻ്റെ മുഖത്തെ കടുപ്പം പുറത്ത് കാണിക്കാതെ ഒരു ചിരി ചുണ്ടിൽ വിരിയിച്ചുകൊണ്ട് ചോദിച്ചു. അങ്ങനെ വലിയ ചടങ്ങൊന്നുമില്ല മോനെ, അമ്പലത്തിൽ വെച്ചൊരു ചടങ്ങ്. പിന്നെ ഇവർക്ക് വൈകുന്നേരം പാർട്ടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു, അതാണ് വലിയ പരിപാടി. ദേവിയും ചെറിയ പുഞ്ചിരി അണിഞ്ഞുകൊണ്ട് മെല്ലെ പറഞ്ഞു. അത് കേട്ട് മനസ്സിൽ നിറഞ്ഞ ഭാരത്തോടെ ശബരി തല കുലുക്കി. അമ്മേ, ഇത് ഇഷ്ടായോ? ഉണ്ണിക്കുട്ടൻ തൻ്റെ കയ്യിലിരിക്കുന്ന ഷർട്ട് ദേവിക്ക് നേരെ നീട്ടി കാണിച്ചുകൊണ്ട് ചോദിച്ചു. നന്നായിട്ടുണ്ട് മോനെ, നിനക്കിഷ്ടമെങ്കിൽ എടുത്തോ. കിഷോൻ്റെയും സന്ധ്യയുടെയും പ്രവൃത്തിയിലും ഇവിടെ നിന്നൊന്നും എടുക്കാൻ തോന്നുന്നില്ലെങ്കിലും നന്ദയ്ക്ക് വേണ്ടി അവർ പുറത്ത് പുഞ്ചിരിയോടെ നിന്നു. മനസ്സ് നീറുന്നുണ്ടെങ്കിലും ഒരെണ്ണം മതി മോനെ. പിന്നെ ഷർട്ട് എടുക്കാൻ നിന്ന ശബരി ദേവി പെട്ടെന്ന് തന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒന്ന് മതിയോ? അപ്പോൾ വൈകുന്നേരം ഇടാൻ വേണ്ടേ? ശബരി എടുത്ത ഡ്രസ്സ് തിരികെ വെച്ചുകൊണ്ട് അവരെ സംശയത്തിൽ നോക്കി. വേണ്ട മോനെ, ഇത് മാത്രം മതി. ദേവി പറഞ്ഞതിന് ഒന്ന് തല കുലുക്കിക്കൊണ്ട് ശബരി ഏറ് കണ്ടിട്ട് മറുവശം നിൽക്കുന്ന നന്ദയും കിഷോണിനെയും ഒന്ന് നോക്കി. നന്ദാകെ വല്ലായ്മയോടെയാണ് അയാൾക്ക് മുന്നിൽ നിൽക്കുന്നത് എന്ന് തോന്നി ശബരിക്ക്. അവൻ എന്നോടെ നന്ദയെ സൂക്ഷിച്ചു നോക്കി. കിഷോർ അവളിലേക്ക് ചേർത്ത് വെക്കുന്ന സാരി അവളിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടാൾ. കണ്ണെല്ലാം ചുവന്ന് തൊടുത്തു നിൽക്കുന്നുണ്ട്, കണ്ണീർ പിടിച്ചു വെച്ചതുപോലെ. അങ്ങനെ തോന്നിയതും ശബരി അവളിൽ നിന്നും കണ്ണുകൾ മാറ്റിയിരുന്നു. കിഷോറിൻ്റെ കൂടെ നിൽക്കുന്ന നന്ദയെ കാണാൻ ശബരിക്ക് വല്ലാത്ത വിറഞ്ഞു കയറുന്നുണ്ട്. പക്ഷെ അതെന്താ എന്നവനും മനസ്സിലായില്ല, അല്ലെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. സന്ധ്യയും കിഷോറിൻ്റെ പെങ്ങളും അഭിപ്രായം പറയുന്ന കേട്ട് ഓരോ സാരി മാറി മാറി എടുത്ത് നോക്കുവാണ് അവർ. നന്ദയ്ക്ക് എല്ലാം കൊണ്ടും ദേഷ്യവും സങ്കടവും വന്നു. ഉണ്ണിക്കുട്ടൻ നോക്കാൻ അവൾക്ക് വല്ലാത്ത മനപ്രയാസം തോന്നി. സന്ധ്യ പറഞ്ഞു കേട്ടപ്പോൾ തിരിച്ചധികമൊന്നും പറയാൻ പറ്റാത്തതുപോലെ നിന്നവൾ. ഉണ്ണിക്കുട്ടൻ, എൻ്റെ കുഞ്ഞ്. നന്ദ ഉള്ളിൽ തിങ്ങിയ വേദനയോടെ അവനെ നോക്കാതെ തിരിഞ്ഞു നിന്നു. അവർക്കുള്ളതും കൂടെ നീയാണോ മോനെ എടുത്തു കൊടുക്കുന്നത്? ആദ്യമായല്ലേ ഇതൊക്കെ കാണുന്നത്? അതിന് തിളക്കമൊക്കെയുണ്ട് ആ ചെറുക്കൻ്റെ മുഖത്ത്. സന്ധ്യ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ടൊരു പുച്ഛത്തോടെ പറഞ്ഞു. അമ്മേ, എന്തേത്? ഉണ്ണിക്കുട്ടൻ നന്ദയുടെ ബ്രദറാണ്. അപ്പോൾ എൻ്റെയും അവന് വാങ്ങിക്കൊടുക്കുന്നതിൽ ഇങ്ങനെ കണക്ക് പറയണ്ട. കിഷോർ അല്പം കടുപ്പത്തിൽ പറഞ്ഞു കേട്ടതും നന്ദിയുടെ മുഖം അപമാനം കൊണ്ടൊന്ന് താഴ്ന്നു. ഞാൻ പൊയ്ക്കോട്ടെ, സാറിന് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്താൽ മതി. നന്ദ കരയാതെ പിടിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെയാ നന്ദ? താൻ നിൽക്ക്, ഇനിയിപ്പോൾ ഗോൾഡ് കൂടി എടുക്കാനുള്ളതല്ലേ? നന്ദ ചോദിച്ചത് ഇഷ്ടപ്പെടാതെ കിഷോർ അല്പം മമർഷത്തിൽ പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ, അവന് ബുദ്ധിമുട്ടാകും. അത് സന്ധ്യ നോക്കിയാണ് അവൾ പറഞ്ഞത്. കിഷോറിനും അവൾ എന്താ അങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലായിരുന്നു. എങ്കിൽ അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടാം, അതുപോലെ. കിഷോർ ചോദിച്ചതിന് അത് മതി എന്നതുപോലെ അവൾ തല കുലുക്കി. ഇവരുടെയൊക്കെ മുന്നിൽ നാണം കെട്ട് നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവർ വീട്ടിൽ പോകുന്നതാണെന്ന് അവൾക്കും തോന്നി. ഉണ്ണിക്കുട്ടൻ ഡ്രസ്സ് എടുത്ത് മാറിയതും അതിൻ്റെ ബിൽ കൊടുത്തത് ശബരിയായിരുന്നു. അയ്യ മോനെ, ഇതൊന്നും. ദേവി ആകുലതയോടെ ശബരിയെ നോക്കി. ഇത് വലതും നന്ദ അറിഞ്ഞാൽ പിന്നെ സാരില്ല, അവളോട് പറയണ്ട. അമ്മയുടെ കയ്യിലുണ്ടായിരുന്നതാണെന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ കുഴപ്പമില്ലല്ലോ. ശബരി പറഞ്ഞു കേട്ട് അവനെ എതിർക്കാൻ നിന്നില്ല ദേവി. അവർ ഒരു ദീർഘശ്വാസം വലിച്ചുകൊണ്ട് തലകുലുക്കി. അപ്പം തന്നെയായിരുന്നു നന്ദ അവിടെ അടുത്തേക്ക് വന്നത്. അമ്മേ, ഉണ്ണിക്കുണ്ണയും കൊണ്ട് അമ്മ വീട്ടിലേക്ക് പോകും, ഞാൻ ഇനിയും താമസിക്കുമെന്ന് തോന്നുന്നു. നന്ദ വന്ന് പറഞ്ഞു കേട്ടതും ദേവിക്ക് ആശ്വാസമാണ് തോന്നിയത്. വീട്ടിൽ വെച്ച് തന്നെ തങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ കിഷോർ അത്രയും നിർബന്ധം പിടിച്ചത് നന്ദ കാണാൻ വേണ്ടിയായിരുന്നെന്ന് അവർ ഓർത്തു. ശരി മോളെ, ഞങ്ങൾ പോയിക്കോളാം, നീ എല്ലാം എഴുതിന് ശേഷം വന്നാൽ മതി. ദേവി നന്ദയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ പതിയെന്ന് തല കുലുക്കി. അമ്മയുടെ ഫോൺ എന്തോ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞില്ലേ, അതുകൂടെ ഇങ്ങനെ തന്നേക്ക്, ഞാൻ വരുമ്പോൾ റെഡിയാക്കി കൊണ്ടുവരാം. നന്ദ പറഞ്ഞു കേട്ടതും ദേവി തൻ്റെ പേഴ്സിലിരുന്ന ചെറിയ ഫോൺ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. പിന്നെ കിഷോർ പറഞ്ഞ പ്രകാരം അവർ വന്ന കാറിൽ തന്നെ ദേവിയും ഉണ്ണിക്കുട്ടനും കയറി. നന്ദ വന്നത് കണ്ടതും അവിടെ അരികിൽ നിന്ന് ശബരി നീങ്ങി നിന്നിരുന്നു, അവളെ അധികം ശ്രദ്ധിക്കാത്ത പോലെ. എനിക്ക് ഡ്രസ്സ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട്. ദേവിയും ഉണ്ണിക്കുട്ടനും അവിടെ നിന്നും പോയത് കണ്ടതും ശബരി മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. അത് കണ്ടതും അവൻ്റെ പുറകെ നടന്ന സുനി സംശയത്തോടെ ചോദിച്ചു. നിനക്കിപ്പോൾ അത്യാവശ്യത്തിന് തുണിയൊക്കെ ഉണ്ടല്ലോ, മര്യാദയ്ക്ക് ഒന്ന് കയറാൻ നോക്കടാ. ശബരി ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ഒന്നും മിണ്ടാതെ സുനി അവൻ്റെ ബൈക്കിന് പുറകിൽ വന്ന് കയറി. നിനക്ക് മുഴുവട്ടാ ശബരി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് കരുതരുത്. മുന്നോട്ട് പോകാൻ സമയം സുനി പതിയെ പറഞ്ഞു കേട്ടതും ശബരി ഒന്നും മിണ്ടാൻ പോയില്ല. അവർ തന്നെ അറിയില്ല തനിക്ക് എന്താ പറ്റിയതെന്ന്. ദേവിയും ഉണ്ണിക്കുണ്ടും വീടിൻ്റെ അകത്തേക്ക് പോയത് കണ്ടതിൽ പിന്നെയാണ് ശബരി തൻ്റെ വീടിനകത്തേക്ക് കയറിയത്. നീ പോയി ചിപ്പി എന്ന് വിളിച്ചിട്ട് വാ, ഇവിടെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ അവളെ വിളിക്കാമെന്ന് പറഞ്ഞതാണ്. തൻ്റെ ബൈക്കിന് ചാവി സുനിക്ക് നേരെ നീട്ടിക്കൊണ്ട് ശബരി പറഞ്ഞു കേട്ടതും അവൻ ഉത്സാഹത്തോടെ അത് വാങ്ങി പുറത്തേക്ക് നടന്നു.